മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര സർക്കാരിന്റെ അശാസ്ത്രീയമായ തൊഴിൽ നിയമങ്ങൾക്കെതിരെ മറവന്തൂർത്ത് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും പഞ്ചായത്ത് ഭരണസമിതിയും വൈക്കം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വൈക്കം വലിയ കവലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തൊഴിലുറപ്പിനുള്ള പണം വെട്ടിക്കുറയ്ക്കുന്നതും അശാസ്ത്രീയമായ ഓഡിറ്റ് സംവിധാനം അടിച്ചേൽപ്പിക്കുന്നതും കാർഷിക മേഖലയിലെ തൊഴിലിൽ വരുത്തിയ നിയന്ത്രണങ്ങളും തൊഴിലുറപ്പ് മേഖലയെ നിശ്ചലമാക്കിയിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. 1000-ലധികം തൊഴിലാളികളാണ് മറവന്തൂർത്ത് പഞ്ചായത്തിൽ മാത്രം തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടതുമൂലം തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് തൊഴിലാളികളും രംഗത്തെത്തിയത്. പ്രതിഷേധ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പ്രീതി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷവും നമ്മുടെ കോട്ടയം ജില്ലയിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് ഒട്ടനവധി പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്. ഒരു 4 മാസക്കാലം നമുക്ക് പണി നിർത്തിവെച്ച് അതിൻ്റെ പ്രതിസന്ധികളെല്ലാം ഒരു 3 വർഷത്തിലൊരിക്കൽ ചെയ്ത ഒരു ഭൂമി മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അതിനെല്ലാം ശക്തമായ സമരങ്ങളിലൂടെ എല്ലാം എതിർത്തുകൊണ്ട് തന്നെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ പ്രതിസന്ധിയെല്ലാം കടന്ന് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകി വളരെ സുഗമമായി തന്നെ ഈ വർഷവും ഏറ്റവും ആദ്യം തൊഴിലേറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വന്നത്. എന്നാൽ ഈ മാസം ജൂലൈ മാസം 1-ാം തീയതി നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം വലിയ ഹെഡിങ്ങോടുകൂടി തൊഴിലുറപ്പ് മേഖലയിൽ വലിയ ക്രമക്കേട് നടക്കുന്നുവെന്ന ഒരു വാർത്തയാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അതേതോ ജില്ലകളിൽ വന്ന ക്രമക്കേട് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെമ്പാടുമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമുക്കെതിരെ നിലപാടെടുക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. 2005-ൽ ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ 2005-ൽ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഗ്രാമീണ ജനതയുടെ കയ്യിലേക്ക് പണം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അന്നത്തെ സർക്കാർ നടപ്പിലാക്കിയ ആ പദ്ധതി BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല ഘട്ടങ്ങളിലായി അതിനെ തകർക്കുന്ന നയസമീപനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 21-22 കാലഘട്ടത്തിൽ 98,000 കോടി ഉണ്ടായിരുന്ന ആ ബജറ്റിൽ ഇപ്പോൾ അത് വെറും 60,000 കോടിയായി മാറിയിരിക്കുന്നു. ശ്രീ പോൾ തോമസ്, മെമ്പർമാരായ KP രമ, സീമ ബിനു, ബിന്ദു പ്രദീപ്, B ഷിജു, C സുരേഷ് കുമാർ, VR അനിരുദ്ധൻ, PK മല്ലിക, പ്രമീള രമണൻ, മജിദാൽ ജാൽജി, KS ബിജുമൻ തുടങ്ങിയവർ സംസാരിച്ചു. B വിഷൻ ന്യൂസ്, വൈക്കം.